നാളെ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ക്രൂരനായ ധിക്കാരിയായൊരു ഭരണാധികാരിയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ മോശമായ ഭരണാധികാരികളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. എത്ര മോശക്കാരനായാലും അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവുമല്ലോ. അപ്പൊ ഹജ്ജാജ് ഇബ്നു യൂസുഫിന് ഒരു പ്രത്യേകത, അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം കഴിക്കണമെങ്കിൽ കൂടെ ആരെങ്കിലും വേണം. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഒപ്പം ഇരിക്കാൻ ആളില്ല. അങ്ങനെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അദ്ദേഹം ഒരു അറാബിയായ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവന്നു. അയാൾ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, നിങ്ങളിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. അപ്പോൾ ആ അറാബിയായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളെക്കാളും ഉത്തമനായ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ അയാൾക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ ഭക്ഷണം എനിക്ക് വേണ്ട. അപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോടാണ് ഇത് പറയുന്നത്. അപ്പം ഇന്നെക്കാളും നല്ലവൻ ആരാൻ? അള്ളാഹുവാൻ. ഇന്ന് ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഭക്ഷണം എനിക്ക് വേണ്ട. അപ്പം ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞു, നിങ്ങൾ നോമ്പ് മുറിച്ചോളി, നാളെ പകരം നോമ്പെടുത്താൽ മതിയല്ലോ, സുന്നത്ത് നോമ്പാണ്, ആ നോമ്പുകൾ മുറിച്ചോളി. അപ്പോൾ ആ അറാബിയായ ഗ്രാമീണനായ അറബി തിരിച്ചു ചോദിച്ചത്, നാളെ ഞാൻ ജീവിച്ചിരിക്കും എന്ന ഉറപ്പ് എനിക്ക് തരികയാണെങ്കിൽ, നാളെ ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പ് നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ഇന്ന് ഞാൻ നോമ്പ് കുറിച്ചോളാം, പകരം ഞാൻ നാളെ നോമ്പെടുത്തോളാം. അപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറയുന്നുണ്ട്, അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ലല്ലോ. നാളെ നമ്മൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല. നേരം പുലരാൻ നമ്മൾ കാത്തിരിക്കാൻ പാടില്ല. ഇന്നെന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുക, ഇന്നലത്തെക്കാളും കൂടുതൽ ഒരു തക്ബീറാണ് ഇന്നധികം ചൊല്ലാൻ കഴിയുക എങ്കിൽ ആ ഒരു തക്ബീർ നമ്മൾ ചൊല്ലുക. ഇന്നലെ ഓതിയതിനേക്കാളും ഒരു ആയത്താണ് നമുക്ക് അധികം ഓതാൻ കഴിയുക എങ്കിൽ ആ ഒരു ആയത്ത് ഓതുക. ഇന്നെന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അള്ളാഹു നന്മകളിൽ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.